നമസ്കാരം. കേരളത്തിന്റെ മനസാക്ഷിയെ മരവിപ്പിക്കുന്ന വാർത്തകളാണ് ആലത്തൂരിൽ നിന്നും പുറത്തു വരുന്നത്. +2 പഠനം പോലും പൂർത്തിയാക്കാത്ത, ലോകമെന്തെന്ന് തിരിച്ചറിയാത്ത പ്രായത്തിൽ വിവാഹമെന്ന ചങ്ങലയിലേക്ക് തള്ളപ്പെട്ട അസ്ന എന്ന 20കാരിയുടെ വിയോഗം കേവലം ഒരു മരണ വാർത്തയല്ല. അത് നമ്മുടെ സാമൂഹിക വ്യവസ്ഥിതിയുടെ പരാജയമാണ്. തൊടല്ലേ, എല്ലായിടത്തും വേദനയാണെന്ന ആ പെൺകുട്ടിയുടെ അവസാന വാക്കുകൾ നമ്മുടെ കാതുകളിൽ മുഴങ്ങുമ്പോൾ പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന കേരളം ലജ്ജിച്ച് തല താഴ്ത്തണം. മതം പറഞ്ഞും വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ടിട്ടുള്ള പ്രീണനങ്ങൾ നടത്തിയുമുള്ള രാഷ്ട്രീയ നാടകങ്ങൾക്കിടയിൽ ഹോമിക്കപ്പെടുന്നത് അസ്നയെപ്പോലുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികളുടെ സ്വപ്നവും ജീവിതവുമാണ്. ഈ ക്രൂരതയ്ക്ക് പിന്നിലെ യഥാർത്ഥ കാരണങ്ങളെയും ഇതിന് കൂട്ടുനിൽക്കുന്ന പിന്തിരിപ്പൻ ആശയങ്ങളെയും തുറന്നു കാട്ടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിൽ ഇന്നും പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ കൗമാരപ്രായത്തിന്റെ ആദ്യഘട്ടത്തിലോ വിവാഹം കഴിപ്പിക്കാൻ അമിതമായ ധൃതി കാണിക്കാറുണ്ട്. അസ്നയുടെ കാര്യത്തിൽ കണ്ടതുപോലെ 20 വയസ്സായിട്ടും പഠനം പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടായിട്ടും അവളെ വിവാഹം കഴിപ്പിക്കാനായിരുന്നു വീട്ടുകാർക്ക് താല്പര്യം. ശാരീരികമായും മാനസികമായും പക്വത എത്തുന്നതിന് മുൻപ് ഗർഭധാരണത്തിനും കുടുംബ ഉത്തരവാദിത്വത്തിനും അവരെ നിർബന്ധിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. മുസ്ലിം മതവിഭാഗങ്ങൾക്കിടയിലെ ചില യാഥാസ്ഥിതിക വിഭാഗങ്ങൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് അവരുടെ വിവാഹത്തിനാണ്. പെൺകുട്ടി വീടിന് ബാധ്യതയാണ് എന്ന തെറ്റായ ചിന്താഗതിയാണ് പലപ്പോഴും ഇതിന് പിന്നിൽ. ആചാരങ്ങളുടെ പേരിൽ വലിയ തോതിൽ പണം നൽകി വിവാഹം കഴിപ്പിച്ചാലും ഭർതൃവീട്ടിൽ പെൺകുട്ടികൾ അനുഭവിക്കുന്നത് കടുത്ത മാനസിക പീഡനങ്ങളാണ്. അസ്നയ്ക്ക് സംഭവിച്ചതും മറ്റൊന്നുമല്ല. കഠിനമായ ജോലി ചെയ്യിപ്പിച്ചും പരിഹസിച്ചും ആ കുഞ്ഞിന്റെ ആത്മവിശ്വാസം തകർക്കുകയായിരുന്നു. ഒരു പെൺകുട്ടി ജോലിക്ക് പോകുന്നതോ സ്വന്തം കാലിൽ നിൽക്കുന്നതോ അംഗീകരിക്കാൻ പല ഇടുങ്ങിയ മതചിന്താഗതിക്കാരും ഇന്നും തയ്യാറല്ല. ഇത് സ്ത്രീകളെ എന്നും പുരുഷന്റെ അധീനതയിൽ നിർത്താനുള്ള ഒരു തന്ത്രമായി തുടരുന്നു. ഇത്തരത്തിലുള്ള സാമൂഹിക തിന്മകൾക്കെതിരെ കർശനമായ നിയമങ്ങൾ നിലവിലുണ്ടെങ്കിലും കേരളത്തിലെ ഭരണകൂടങ്ങൾ പലപ്പോഴും വോട്ട് ബാങ്ക് ഭയന്ന് ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആചാരങ്ങളിൽ ഇടപെട്ടാൽ വോട്ട് നഷ്ടപ്പെടുമോ എന്ന ഭയമാണ് പല രാഷ്ട്രീയ പാർട്ടികളെയും പിന്നോട്ട് വലിക്കുന്നത്. അസ്നയുടെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന കുടുംബത്തിന്റെ പരാതിയിൽ മുഖം നോക്കാതെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകണം. ആചാരങ്ങളുടെ മറവിൽ കുറ്റവാളികൾ രക്ഷപ്പെടാൻ അനുവദിക്കരുത്. BJP എപ്പോഴും ഉയർത്തിപ്പിടിക്കുന്നത് ഏക സിവിൽ കോഡ് പോലുള്ള തുല്യനീതി ഉറപ്പാക്കുന്ന ആശയങ്ങളാണ്. മതമേതായാലും സ്ത്രീകളുടെ അവകാശങ്ങളും സുരക്ഷയും തുല്യമായിരിക്കണം. ഓരോ പെൺകുട്ടിക്കും കുറഞ്ഞതൊരു പ്രൊഫഷണൽ ബിരുദമെങ്കിലും ഉണ്ടായിരിക്കണം. വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ അവർക്ക് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുണ്ടാകൂ. പെൺകുട്ടികളെ നേരത്തെ വിവാഹം കഴിപ്പിക്കുന്നത് പുണ്യമായി കരുതുന്ന ചിന്താഗതിക്കെതിരെ ഗ്രാമങ്ങൾ തോറും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കണം. അസ്നയുടെ മരണം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഭർതൃ വീട്ടുകാർക്കും അവർക്ക് കുട പിടിക്കുന്നവർക്കുമെതിരെ ശക്തമായ നിയമ പോരാട്ടം ആവശ്യമാണ്. ഇനി ഒരസ്നയും ഈ മണ്ണിൽ ഉണ്ടാകരുത്. തൊടല്ലേ, വേദനിക്കുന്നു എന്ന് പറഞ്ഞ് മരിക്കേണ്ടി വന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ ഏതൊരു മലയാളിയുടെയും ഉറക്കം കെടുത്തേണ്ടതാണ്. പെൺമക്കളെ കെട്ടിച്ചയക്കാൻ തിരക്ക് കൂട്ടുന്നതിന് മുൻപ് അവരെ സ്വന്തം കാലിൽ നിൽക്കാൻ പഠിപ്പിക്കുക. അതുമാത്രമാണ് ഇത്തരം ക്രൂരതകൾക്കുള്ള ശാശ്വതമായ പരിഹാരം. ഇവിടെ നാം ചോദിക്കേണ്ടത് ഒന്നേയുള്ളൂ: എന്തിനായിരുന്നു ഇത്ര ധൃതി? +2 പഠനം പോലും പൂർത്തിയാകാത്ത, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയില്ലാത്ത ഒരു കുട്ടിയെ എന്തിനാണ് മറ്റൊരു വീട്ടിലേക്ക് അടിമപ്പണിക്ക് വിട്ടുകൊടുക്കുന്നത്? വിവാഹമല്ല ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യമെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. വിദ്യാഭ്യാസവും തൊഴിലും നൽകി അവളെ കരുത്തയാക്കുന്നതിന് പകരം ഭാരമാണെന്ന് കരുതി കൈയൊഴിയുന്ന മാതാപിതാക്കൾ ഈ മരണത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറും? ചില പ്രത്യേക മതവിഭാഗങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റ് തീവ്ര ചിന്താഗതികൾ വെച്ച് പുലർത്തുന്നവർക്കിടയിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കാൾ പ്രാധാന്യം നൽകുന്നത് അവരുടെ വിവാഹത്തിനാണ്. ആധുനികതയും സ്ത്രീ മുന്നേറ്റവും ഭയക്കുന്ന ഇക്കൂട്ടർ പെൺകുട്ടികളെ അടുക്കളയുടെ 4 ചുവരുകൾക്കുള്ളിൽ തളച്ചിടാൻ ആഗ്രഹിക്കുന്നു. ആധുനിക കേരളത്തിൽ ഇന്നും ഇത്തരം പിന്തിരിപ്പൻ ആശയങ്ങൾ നടമാടുന്നത് ലജ്ജാകരമാണ്. പെൺകുട്ടികൾക്ക് പുറംലോകത്തെ അറിവുകൾ ലഭിച്ചാൽ തങ്ങളുടെ ആധിപത്യം നഷ്ടപ്പെടുമെന്ന് ഭയക്കുന്ന ചില മതമൗലികവാദികൾ നടത്തുന്ന അജണ്ടയാണിത്. അസ്നയെപ്പോലെയുള്ള ആയിരക്കണക്കിന് പെൺകുട്ടികൾ ഇത്തരം ഇടുങ്ങിയ ചിന്താഗതികളുടെ ഇരകളാണ്. ഇതിനെതിരെ ശബ്ദമുയർത്താൻ വൈകുന്നത് വരാനിരിക്കുന്ന വലിയ വിപത്തുകൾക്ക് വഴിതെളിക്കും. കേരളത്തിലെ ഇടത് വലതു മുന്നണികൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രീണന രാഷ്ട്രീയമാണ് ഇത്തരം ക്രൂരതകൾക്ക് വളക്കൂറുള്ള മണ്ണൊരുക്കുന്നത്. ഒരു പ്രത്യേക വിഭാഗത്തിന്റെ ആചാരങ്ങളിൽ ഇടപെട്ടാൽ വോട്ട് നഷ്ടപ്പെടുമെന്ന ഭയം കാരണം ഭരണകൂടം കണ്ണടയ്ക്കുന്നു. കേരളം ഭരിക്കുന്നവർക്കും പ്രതിപക്ഷത്തിനും ചോദിക്കാനുള്ളത് വോട്ടുകൾ മാത്രമാണ്. എന്നാൽ നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പെൺമക്കളുടെ സുരക്ഷയെക്കുറിച്ചാണ്. അസ്നയുടെ മരണത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന പരാതിയിൽ പോലീസ് നിഷ്പക്ഷമായി അന്വേഷിക്കുമെന്ന് നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം കുറ്റവാളികൾക്ക് രാഷ്ട്രീയ സംരക്ഷണം നൽകാൻ ഇവിടെ ആളുണ്ട്. ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി മുന്നോട്ട് വെച്ച ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന ആശയം ഇത്തരം സാമൂഹിക തിന്മകൾക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധമാണ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുക, അവരെ സാമ്പത്തികമായി സ്വതന്ത്രരാക്കുക എന്നതാണ് BJPയുടെ ലക്ഷ്യം.
ഒരു ഡിഗ്രിയോ പ്രൊഫഷണൽ ജോലിയോ ഉണ്ടായിരുന്നെങ്കിൽ അസ്നയ്ക്ക് ഇന്ന് ഈ ഗതി വരുമായിരുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ ശാരീരികമായോ മാനസികമായോ പീഡിപ്പിക്കാൻ ആരും ധൈര്യപ്പെടില്ല. അഥവാ പീഡിപ്പിക്കപ്പെട്ടാൽ അവിടുന്ന് ഇറങ്ങി വരാനുള്ള കരുത്ത് അവൾക്കുണ്ടാകും. പഠിക്കാൻ ആഗ്രഹിച്ച ആ പെൺകുട്ടിയുടെ ചിറകുകൾ അരിഞ്ഞു വീഴ്ത്തിയവർക്ക് മാപ്പില്ല. ഇനി ഒരു പെൺകുട്ടിക്കും കേരളത്തിൽ ഇത്തരമൊരു ഗതി ഉണ്ടാകരുത്. അസ്നയുടെ കൊലയാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ BJP വിശ്രമിക്കില്ല. ആചാരങ്ങളുടെയോ മതത്തിന്റെയോ പേരിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഇസ്ലാമിസ്റ്റ് ശക്തികളെയും അവർക്ക് കുടപിടിക്കുന്ന ഭരണകൂടത്തെയും നാം തുറന്നു കാട്ടും. നമ്മുടെ മക്കൾക്ക് വേണ്ടത് വിവാഹാലോചനകളല്ല, മറിച്ച് അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാനുള്ള അവസരങ്ങളാണ്. അതിനായി നാം എന്നും പോരാടും. ചില മതവിഭാഗങ്ങൾക്കിടയിൽ പെൺകുട്ടികളെ വേഗത്തിൽ വിവാഹം കഴിപ്പിക്കുന്ന രീതി ഇന്നും തുടരുന്നു. വിദ്യാഭ്യാസത്തിന്റെ അഭാവം സ്ത്രീകളെ നിസ്സഹായരാക്കുന്നു. കേരളം പോലുള്ള ഒരു പ്രബുദ്ധ സമൂഹത്തിൽ ഇന്നും ഇസ്ലാമിസ്റ്റ് തീവ്ര ചിന്താഗതികൾ വേരോടുന്നു എന്നത് അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ഒന്നാണ്. പെൺകുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകുന്നതിനോ അവർക്ക് സ്വന്തം കാലിൽ നിൽക്കുന്നതിനോ ഈ യാഥാസ്ഥിതിക ശക്തികളെന്നും എതിരാണ്. അസ്നയുടെ കാര്യത്തിൽ കണ്ടതുപോലെ +2 പഠനം പോലും പൂർത്തിയാക്കാൻ അനുവദിക്കാതെ അവളെ വിവാഹം എന്ന ചങ്ങലയിൽ തളച്ചിടാൻ പ്രേരിപ്പിച്ചത് ഇത്തരത്തിലുള്ള പിന്തിരിപ്പൻ ആശയങ്ങളാണ്. പുറംലോകത്തെ അറിവുകളിൽ നിന്ന് ആധുനികമായ കാഴ്ചപ്പാടുകളിൽ നിന്നും പെൺകുട്ടികളെ അകറ്റി നിർത്തിയാൽ മാത്രമേ അവരെ തങ്ങളുടെ നിയന്ത്രണത്തിൽ നിർത്താൻ കഴിയൂ എന്ന് ഈ തീവ്രവാദ ശൈലിയിലുള്ള ചിന്താഗതിക്കാർ വിശ്വസിക്കുന്നു. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ മതപരമായ കർക്കശ നിയമങ്ങൾക്കും പുരുഷാധിപത്യത്തിനും പ്രാധാന്യം നൽകുന്ന ഇത്തരം ആശയങ്ങൾ വാസ്തവത്തിൽ നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ പുരോഗതിയെ പതിറ്റാണ്ടുകൾ പിന്നോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. കേരളത്തിലെ ഇടത് വലത് മുന്നണികൾ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് നടത്തുന്ന പ്രീണന രാഷ്ട്രീയമാണ് ഇത്തരം ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾക്ക് വളരാൻ വളക്കൂറുള്ള മണ്ണൊരുക്കുന്നത്. നിയമവിരുദ്ധമായ ബാലവിവാഹങ്ങൾക്കും സ്ത്രീധന പീഡനങ്ങൾക്കും മതത്തിന്റെ പരിരക്ഷ നൽകാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ നടപടിയെടുക്കാൻ അധികാരികൾ ഭയപ്പെടുന്നു. നീതി നടപ്പാക്കുന്നതിനേക്കാൾ ഉപരിയായി ഒരു പ്രത്യേക വിഭാഗത്തിന്റെ പ്രീതി സമ്പാദിക്കാനാണ് സർക്കാർ സംവിധാനങ്ങൾ പലപ്പോഴും ശ്രമിക്കുന്നത്. അസ്നയുടെ മരണം വെറുമൊരു ആത്മഹത്യയായി ഒതുക്കി തീർക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്ന് ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അത് ഇത്തരം അവിശുദ്ധ കൂട്ടുകെട്ടുകളുടെ ഫലമാണ്. തീവ്രവാദപരമായ മതബോധം കുത്തിവെച്ച് സമൂഹത്തെ ഭിന്നിപ്പിക്കുകയും സ്ത്രീകളെ വെറും ഉപഭോഗ വസ്തുവായി മാത്രം കാണുകയും ചെയ്യുന്ന ഇസ്ലാമിസ്റ്റ് മോഡൽ കേരളത്തിന്റെ സാമൂഹിക സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. ഇതിനെതിരെ സന്ധിയില്ലാത്ത പോരാട്ടം നയിക്കാൻ ഓരോ ദേശസ്നേഹിയും തയ്യാറാകേണ്ടതുണ്ട്. അസ്നയുടെ മരണം വെറുമൊരു വാർത്തയോ കേവലം ഒരു ക്രൂരതയോ കണ്ട് തള്ളിക്കളയാൻ നമുക്കാവില്ല. ഒരു പ്രബുദ്ധമെന്ന് അവകാശപ്പെടുന്ന കേരളത്തിന്റെ മുഖത്തേറ്റ വലിയൊരു പ്രഹരമാണിത്. മതം പറഞ്ഞും ആചാരം പറഞ്ഞും പെൺകുട്ടികളുടെ ചിറകരിയുന്ന ഇസ്ലാമിസ്റ്റ് ചിന്താഗതികൾക്കും അതിന് കുടപിടിക്കുന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുമെതിരെ ശക്തമായ ജനവികാരം ഉയരേണ്ടതുണ്ട്. വിവാഹമല്ല, മറിച്ച് വിദ്യാഭ്യാസം, സ്വന്തം കാലിൽ നിൽക്കാനുള്ള കരുത്തുമാണ് പെൺമക്കൾക്ക് നാം നൽകേണ്ട ഏറ്റവും വലിയ സമ്പാദ്യം. അസ്നയുടെ അവസാന വാക്കുകൾ നീതിക്കായുള്ള വിലാപമായി നമ്മുടെ കാതുകളിൽ മുഴങ്ങണം. കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെയും നമ്മുടെ പെൺകുട്ടികൾക്ക് സുരക്ഷിതമായൊരു നാട് ഉറപ്പാക്കുന്നതുവരെയും ഈ പോരാട്ടം അവസാനിക്കില്ല. അസ്നയ്ക്ക് നീതി ലഭിക്കണം. നമ്മുടെ പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാകണം. അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും പ്രതിജ്ഞ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിന്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്തുമൈയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്തുമൈക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്തുമൈയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്തുമൈയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.